2024 വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോവാണ്, സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ കുറെ പേര് ചിരിച്ചു, ഒരുപാട് പേര് പുച്ഛിച്ച് തള്ളി. കാരണം 59 വർഷമായിട്ട് രണ്ട് പാർട്ടികൾ സ്ട്രോങ് ആയിട്ട് അവിടെ ഭരിക്കുന്നുണ്ട്, DMKയും ADMKയും. പിന്നെ പല ആക്ടേഴ്സും ഇതുപോലെ അവിടെ ഇറങ്ങിയിട്ട്, ഈവൻ കമലഹാസൻ പോലും സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി ഇറങ്ങിയിട്ട് അവിടെ കാര്യമായിട്ടൊന്നും നേടാൻ പറ്റിയിട്ടില്ല. പണ്ട് MGR ഇതുപോലെ ജയിച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്ക് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. 5 കൊല്ലം പൊളിറ്റിക്സിൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് ആൾക്ക് അവിടെ ജയിക്കാൻ സാധിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വെറും 2 വർഷത്തെ പഴക്കം കൊണ്ട് മാത്രം കാര്യമായിട്ടൊന്നും നേടാൻ പോകില്ല എന്ന് മിക്ക ആൾക്കാരും വിശ്വസിച്ചു. ഈവൻ വിജയുടെ വലിയൊരു ഫാനായി എനിക്ക് വരെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ സിനിമ നടനായിട്ട് കാണാനാണ് ആഗ്രഹിച്ചത്. സിനിമയിൽ പുള്ളിക്ക് അറിയാലോ വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ വരെ മോഹൻലാലിന് കഴിഞ്ഞ പിന്നെ ഏറ്റവും അധികം ഫാൻസ് ഉള്ളത് നമ്മുടെ നാട്ടിൽ നടന്മാരെക്കാട്ടിലും കൂടുതൽ വിജയിക്കായിരിക്കും. അതുകൊണ്ട് പലരും പറഞ്ഞത് എല്ലാം ചെറിയ പിള്ളേരാണ് ഈ വോട്ടേഴ്സ്, അവർക്ക് 18 വയസ്സായോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വിജയ് എങ്ങനെയാണ് ഒരു ഭൂരിപക്ഷം നേടുക? പക്ഷെ മെയ് 4 റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോ ഒരുവിധം എല്ലാവരും ഷോക്ക് ആയിട്ടുണ്ടാവും. ഇറ്റ് വാസ് എൻ ആബ്സല്യൂട്ട് സിനിമ സീൻ. മറ്റേ പണി സിനിമയിലെ പറയണ പോലെ DMK ഏത് DMK-നൊക്കെ തട്ടി 108 സീറ്റുകളായിട്ടുള്ള വമ്പം ഭൂരിപക്ഷത്തോടു കൂടിയാണ് പുള്ളി ജയിച്ചത്. ഇനി ഒരു 10 സീറ്റ് കൂടി കിട്ടിയ പുള്ളി CM ആണ്, തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ. വെറും 2 കൊല്ലം പഴക്കമുള്ള പാർട്ടി. പക്ഷെ മിക്ക ആൾക്കാരും വിചാരിക്കണ പോലെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതല്ല വിജയ് 2019 തൊട്ട് തന്നെ ഇതിനുള്ള പ്ലാനിങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, 2019 അല്ല, 2009 തന്നെ പുള്ളി വിജയ് മക്കൾ ഇയക്കം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങി. വോളണ്ടിയറിംഗ് ഗ്രൂപ്പ്. പാവപ്പെട്ടവരെ സഹായിക്കുക, ഈ ഫ്ലഡിന്റെ വിക്ടിംസിനെ ഹെൽപ്പ് ചെയ്യുക, ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക. അന്നേ അത് ചെറിയൊരു വോളണ്ടിയറിംഗ് ഗ്രൂപ്പായി മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2021 പുള്ളി ഒരു ടെസ്റ്റ് ഡോസ് നടത്തി നോക്കി. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ വിജയുടെ ഫാൻ ക്ലബിന്റെ മെമ്പേഴ്സ് നിന്ന് മത്സരിച്ചു. തമിഴ്നാട്ടിൽ മാത്രം 10-85,000 വിജയ് ഫാൻ ക്ലബ്സ് ഉണ്ട്. അതായത് ഓരോ റോഡിന്റെ മൂലയ്ക്ക് എടുത്ത് നോക്കിയ ഓരോ ഫാൻ ക്ലബ് ഉണ്ടാവും. അന്ന് തന്നെ 169 സീറ്റിൽ 115 സീറ്റ് തന്നെ അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പുള്ളി സൈക്കിൾ ഓടിച്ച് പെട്രോളിന്റെ വില വർദ്ധിച്ചതിനെതിരെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു സ്ട്രൈക്ക് എന്നുള്ള രീതിയിൽ അന്ന് വലിയൊരു മീഡിയ കവറേജ് ഒക്കെ പുള്ളി നേടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഒരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടാണ് 2024 പുള്ളി ആ പാർട്ടി രൂപീകരിച്ചത്. എന്നാലും അദ്ദേഹത്തിന് ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ സിനിമ ജനനായകൻ അതൊരു പൊളിറ്റിക്കൽ അജണ്ടയാന്ന് പറഞ്ഞിട്ട് അതിന്റെ റിലീസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സെൻസർ ബോർഡ്. അതുപോലെ തന്നെ വിജയ് നടത്തിയ റാലിയിൽ ഒരുപാട് പേര് അതിന്റെ ഇടയിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് പലരും വിചാരിച്ചത്. ഇനി അത് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എങ്ങനെ ബാധിച്ചാലും ഒരു വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടിയാണല്ലോ പുള്ളി ജയിച്ചത്. ഇത്രയും പെർഫെക്റ്റ് പൊസിഷനിങ്ങും ബ്രാൻഡിങ്ങും ഇന്നേ വരെ പൊളിറ്റിക്സിൽ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്തിനാ വിജയ്ക്ക് വേറെ പൊളിറ്റിക്സിലെ എക്സ്പീരിയൻസ്? ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടാവും ഈ പടം റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റേ മാറ്റി എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.